ഹലോ. ഇന്നത്തെ യാത്രയുണ്ടല്ലോ ചമ്പക്കുളത്തോട്ടായിരുന്നു കേട്ടോ. എനിക്ക് ചമ്പക്കുളം വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ആൻറ്റിയുടെ വീട് ചമ്പക്കുളമാണ്. കുട്ടനാട്ടുകാർക്ക് ഓൾറെഡി അറിയാം ചമ്പക്കുളം ബസിലിക്ക പള്ളി. അപ്പോൾ ഈ ബസിലിക്ക പള്ളിയുടെ വേറൊരു ചെറിയൊരു കുരിശുപള്ളി പോലെ അല്ലെങ്കിൽ ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ. അത് ഇവരുടെ ഈ സൈഡിലായിട്ടാണ്, ഒരാറ്റ് സൈഡിലാണ്. നല്ല രസമാണ് പള്ളി വന്നിരിക്കാനും നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ അത് കാണിക്കാനായിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തോടായി കാണുന്നുണ്ട്. ഈ തോട് ഇങ്ങനെ വന്നൊരു വളവ് തിരിഞ്ഞ് നേരെ വരുന്ന ആറ്റ് സൈഡിലുള്ള വലിയൊരു ആറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അപ്പുറയിലും മരം ഇക്കരയിലും ഒക്കെ അക്കരെ ഇക്കരയിലും ഒക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണ്ടേ, അപ്പോൾ അവൾ എടുത്തു തന്നാ കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ പോവാണ്, ആ പള്ളിയിലേക്ക് പോവാണ്. ഈ ഞാൻ കൈ ചൂണ്ടി കാണിച്ചില്ലേ, അവിടുത്തെ നേരെ അങ്ങോട്ട് പോകുന്ന വലിയ ആറിലേക്കാണ് കേട്ടോ, ആറ്റിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരുപാട് വീടുകളും ഒക്കെയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. എന്ത് തെങ്ങും വാഴയും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമല്ലേ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാഴ്ചകൾ കാണാൻ പോകും അല്ലേ. ഈ കേരളത്തിൽ തന്നെ എത്ര സ്ഥലത്താണ് നമ്മൾ ടൂറും അതൊക്കെ പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ടല്ലേ. എന്ത് രസം. ഇതൊക്കെ നല്ല അടിപൊളി. ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് എങ്ങും ഒരുമാതിരി കുട്ടനാട്ടിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് വേറെ എങ്ങും ചെന്നാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ ഗ്രാമീണതയും ആ പച്ചപ്പും ഒക്കെ നല്ല രസമല്ല കാണാനായിട്ട്. അപ്പം പക്ഷെ കുട്ടനാട്ടിൽ താമസിക്കുന്നവർക്ക് ഇത് വരും, ഓ ഇതെന്താ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ പുറത്തുനിന്നൊരു ഒരാൾക്ക് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം അല്ലേ. നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റുകളും ഒക്കെ വിദേശികളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നില്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇത് കപ്പേളപ്പള്ളി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ചമ്പക്കുളം ബസിലിക്ക പള്ളി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു പള്ളിയല്ലേ. ആ പള്ളിയുടെ ഒരു ചെറിയ പള്ളി, ഇത് കപ്പേളപ്പള്ളി എന്ന് പറയും. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഔസേപിതാവിൻ്റെ നാമത്തിലുള്ള കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ പോവാണ്. നോക്കിക്കേ, നമ്മൾ പോയി ചെല്ലുമ്പോൾ കാണുന്നത് ഭയങ്കര വലിയൊരു ആറാണ്. പള്ളിയും ഫ്രണ്ട് നല്ല വലിയൊരാറും. എന്നാൽ വലിയ ആളും ഒന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് പോയിരിക്കാനും പ്രാർത്ഥിക്കാനും നല്ലൊരു അന്തരീക്ഷവും. എന്ത് രസമാണ് നോക്കിക്കേ. ഇത് വരാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനത്തെയൊക്കെ സ്ഥലത്തൊക്കെ വരണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. കണ്ടോ അങ്ങനെ പോകുമ്പോൾ കാണുന്നതാണ് നമ്മൾ ഈ ആറ്. ഒന്ന് നോക്കി എന്ത് രസമാണ് നോക്കി ഈ ആറ് കാണാനായിട്ട്. നമുക്ക് ഓൾറെഡി കുട്ടനാട്ടുകാർക്ക് ഇതൊക്കെ വെറും സിമ്പിളായിരിക്കും. പക്ഷേ കുട്ടനാട്ടിൽ നല്ലാത്തവർക്കും എന്നാൽ കുട്ടനാട്ടിൽ താമസിക്കുന്നവർക്കും ഇതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് എനിക്കിഷ്ടവും എനിക്ക് പോകാൻ താല്പര്യം കേട്ടോ. അല്ലാതെ ഭയങ്കര അങ്ങനത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങളത്തെ പള്ളിയിലേക്ക് കയറുവാണ്. അപ്പോൾ പള്ളിയിലേക്ക് കയറി, ഇതാണ് നമ്മുടെ പള്ളി, കപ്പേള പള്ളി. ചെറിയ പള്ളിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഭയങ്കര സന്തോഷമായി പള്ളിയിലേക്ക് കയറുമ്പോഴത്തേക്ക്. താണ്ട നോക്കി, ഞാനപ്പം വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ അവിടെ എടുക്കുന്നതാണ് കേട്ടോ. ഞാനപ്പം പള്ളിയിലേക്ക് ഒന്നും കൂടെ ഇങ്ങനെ എടുത്തത് ഒന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേ ഞങ്ങളത് പള്ളിയിലേക്ക് കയറി. നല്ല പള്ളിയല്ലേ നോക്കി. അപ്പം നമുക്ക് പള്ളിക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല, ഡോർ അടച്ചിരിക്കുമായിരുന്നു. ഒരു വിൻഡോയുടെ ഒരു പാട് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയി ഔസേപിതാവിനോട് പ്രാർത്ഥിക്കാം. ഔസേപിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. നിറയെ ചെടികൾ, കടലാസ് ചെടി ഉണ്ടായിരുന്നു, ഇലച്ചെടി ഉണ്ടായിരുന്നു, കോളാമ്പിച്ചെടി ഉണ്ടായിരുന്നു. കോളാമ്പി എന്ന് പറയുന്ന ഒരു യെല്ലോ ഫ്ലവറിൻ്റെ, നിങ്ങൾക്കൊക്കെ എവിടെ എന്താ പറയുന്നത് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ കോളാമ്പിച്ചെടി എന്നൊക്കെയാണ് പറയുന്നത്, കോളാമ്പി പൂ എന്നൊക്കെയാണ് പറയുന്നത്. ചുറ്റും നോക്കിയ തെങ്ങുകൾ, എന്ത് രസം നോക്കുക. ഫ്രണ്ടിൽ ആറ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എപ്പം വന്നാലും ഇതെനിക്ക് പുതുമയുള്ളൊരു പള്ളിയല്ല കേട്ടോ. ഞാൻ വരാറുള്ളതാണ്. ഇതാണ് നമ്മുടെ ഔസേപിതാവിൻ്റെ അടുത്ത്. നമുക്കിത് ഇവിടെ വന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. അല്ല, നമുക്ക് പള്ളിക്കകത്ത് കയറാനായിട്ട് പറ്റത്തില്ല. ഒന്ന് ജസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ്. നോക്ക് എന്ത് രസമാണ് നോക്കല്ലേ. ഇവിടെ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെയുള്ള ആൻറ്റിമാരൊക്കെ, അടുത്തുള്ള ആൻറ്റിമാരും ഒക്കെ വരും. അതിലും പറയാനുള്ളത് കാറ്റ്. ഒന്നും പറയാതിരിക്കുന്നതല്ല, എന്ത് രസമുള്ള. ഞാൻ വോയിസ് കൊടുത്ത് ചെയ്യാമെന്നൊക്കെ ഓർത്ത് വലിയ പ്ലാനിങ്ങിലൊക്കെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും സൗണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞല്ലേ കൊടുക്കുന്നത്. അപ്പം എന്നാൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതിലൂടെ ഇങ്ങനെ എടുക്കാം, സൗണ്ട് കൊടുക്കാം എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് പറ്റിയില്ല അങ്ങനെ കൊടുക്കാനായിട്ട്.
പറ്റിയില്ല. കാര്യം ഭയങ്കര കാറ്റ്, പിന്നെ ഞാൻ മൈക്ക് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വോയിസ് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. കാര്യം ഭയങ്കര സൈലൻ്റാണ്, പക്ഷെ കാറ്റ് കാരണം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുക്കാഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് നേർച്ചയിടാം പുറത്താട്ടോ. ഞങ്ങൾ പിന്നെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വെളിയിലിറങ്ങി ഒരു കൊച്ച് സൈക്കിളിലൊക്കെ പോകുന്നു. ഇവിടെ ഒരുപാട് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു, ട്യൂഷൻ പഠിക്കാനൊക്കെ അങ്ങോന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. പിന്നത്തെ നോക്ക് എന്ത് രസമെന്ന് നോക്കി, നമ്മുടെ ഭയങ്കര രസം ഇവിടെ. പക്ഷേ ബോട്ട് സർവീസ് ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അക്കരെ കാണുന്ന പടഹാരം എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ, നമ്മൾ കാണുന്നത്. അപ്പോഴത്തെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിൽ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു, ഒരുപാട് റീൽസ് ചെയ്തു, അങ്ങനെ കുറേ വെള്ളത്തിൽ കാലിട്ട് കുറേ നേരം കളിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി രസം, നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ശാന്തമായി, ഒരുപാട് സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നത്തെ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ട്, ടൂറിസ്റ്റുകളുടെ കുറച്ച് ഹൗസ് ബോട്ടുകൾ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 2 ഹൗസ് ബോട്ടുകൾ പോയി, അത് കഴിഞ്ഞ് വീണ്ടും ഹൗസ് ബോട്ടുകൾ വന്നു. അങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കാലൊക്കെ വെള്ളത്തിലിടാനായിട്ട് ആദ്യം വെള്ളത്തിലിട്ടില്ല, ഇവിടെ ആ കൽക്കട്ടയിലിരുന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഹൗസ് ബോട്ടൊക്കെ പോകുന്നതും ഒക്കെ നോക്കി. പിന്നെ ഓരോ സംസാരിച്ച് ഭയങ്കര കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഓരോന്നും എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തിട്ട് മതിയാകുന്നില്ല, എവിടുന്ന് തുടങ്ങി എന്നൊക്കെ എടുക്കണം. നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പിന്നത്തെ അടുത്ത ഹൗസ് ബോട്ട്, അങ്ങനെ ഹൗസ് ബോട്ടുകളുടെ അങ്ങനെ ഈ വലിയ ഒരുപാടില്ലായിരുന്നു. അത് ഈ സമയമായതുകൊണ്ടായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ കാണും. ഞാനൊരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് പോയത് കേട്ടോ. ഒരു 5 മണി 5:30 ആകുമ്പം ഇതിലും കൂടുതൽ ഹൗസ് ബോട്ടുകൾ പോവും. ഈ ഹൗസ് ബോട്ട് കണ്ടത് നേരെ അങ്ങ് പോകുമ്പോൾ പുല്ലങ്കടി പുല്ലങ്കടി പള്ളിയും കാണാം. പുല്ലങ്കടി പള്ളിയും ഇതുപോലെ ആറ്റ് സൈഡിലുള്ളൊരു പള്ളിയാണ്. അവിടെയും ഇതുപോലെ ബോട്ട് സർവീസും ഒക്കെ ഉണ്ടായിരുന്നു. അതും അവിടെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ ഒരു സൈഡിലാണ് എൻ്റെ മമ്മിയുടെ വീടും. പിന്നെ ഞാൻ ഈ കാല് ഇട്ടിരിക്കണേ, അവിടെ മാത്രം പോള. അപ്പം ഞാൻ ആ പോളയൊക്കെ ഒരു മടൽ കിട്ടി, ആ മടലും വെച്ച് ഞാൻ ആ പോളയെല്ലാം തള്ളി നീക്കുക. പക്ഷെ തള്ളി നീക്കിയാലും പിന്നെ കാറ്റിൻ്റെ ഇതുകൊണ്ട് പിന്നെയും ഈ പോളയെല്ലാം ഇങ്ങോട്ട് പിന്നെയും വരും കേട്ടോ. അപ്പോഴത്തേക്കും നോക്ക് എന്ത് രസമാണെന്ന് നോക്കി, തെങ്ങുകളും നമുക്ക് ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ കാണാനായിട്ട് കേട്ടോ. നമുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബഹളമില്ല, ഈ ഒരുപാട് സൈലൻ്റൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്നവർ, പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട് അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ല രസമാണ് കാണാനും ആസ്വദിക്കാനും. നമ്മൾ ഒരുപാട് പൈസ മുടക്കി വലിയ സ്ഥലങ്ങൾ ഈ കേരളത്തിൽ തന്നെ കാണാൻ പോകുമ്പോഴത്തേക്കും, എന്ന് വെച്ചാൽ അവിടെ കാണാനില്ല എന്നല്ല ഞാൻ പറഞ്ഞേ, ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കാണാനായിട്ട് ഭയങ്കര അത് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കാണാത്തതായിട്ടൊക്കെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോവുക, കാണുക, അതൊക്കെയല്ലേ ഒരു സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. ഇവിടുത്തെ അപ്പോൾ അത്യാവശ്യം എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ. എനിക്ക് വീട്ടിലോട്ട് വരാനായിട്ട് ഒരു കുറേ സമയം കൊണ്ട് ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് അവരെയൊന്നും ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. അത്യാവശ്യം കാര്യം ആറാണ്, നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. പിന്നെ ആറ്റിലൊക്കെ ഇറങ്ങും പിള്ളേർ, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ ഒത്തിരി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്, പിള്ളേരെയൊന്നും ഒറ്റയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. കാര്യം ഒരുപാട് ഡേഞ്ചറാണ്. കാര്യം ആറ്റിപ്പോയാൽ പതയ്ക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി. എനിക്ക് പതയൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്കിപ്പോഴും വെള്ളത്തിലിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പം പിന്നെ ഈ കാറ്റിൻ്റെ ശക്തിയുണ്ട്, അതൊക്കെ പറയാൻ മറന്നുപോയതാ കേട്ടോ. ഓർത്തപ്പോൾ പറയുന്നതാണ്. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഈ വെള്ളത്തിലിങ്ങനെ കടലിലെ തിരകൾ പോലെ ഇങ്ങനെ കിടന്ന് വെള്ളങ്ങളിങ്ങനെ തമ്മിലിങ്ങനെ എന്താ പറയുന്നത്, ഡാൻസ് കളിക്കുന്നവരൊക്കെ, അതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ആറ്റ് സൈഡിലേക്ക് നോക്കി ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ.